ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ അംഗങ്ങളെ കോൺഗ്രസിന് സമ്മാനിക്കുന്ന UDFന്റെ പൊന്നാപുരം കോട്ടയായി അറിയപ്പെടുന്ന എറണാകുളം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ സ്വന്തം ജില്ല. എന്നാൽ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് പാറ്റേൺ അല്ല പൊതുവെ തദ്ദേശത്തിലെന്ന് പലപ്പോഴും കാണാറുണ്ട്. കൊച്ചി കോർപ്പറേഷന്റെ കാര്യമെടുത്താൽ UDFനെ പോലെ തന്നെ പല ഘട്ടങ്ങളിലും LDFും തുടർച്ചയായി നഗരസഭാ ഭരണത്തിൽ ഏറിയിട്ടുണ്ട്. ഇപ്പോൾ കോർപ്പറേഷൻ ഭരിക്കുന്നതും ഇടതുപക്ഷം തന്നെ. 2010 മുൻപ് ഏകദേശം ഒരു 2.5 പതിറ്റാണ്ടിലധികം കാലം തുടർച്ചയായി LDF ആണ് കൊച്ചി കോർപ്പറേഷൻ ഭരിച്ചത്. അതിനുശേഷം 2010 മുതൽ 20 വരെയുള്ള കാലഘട്ടത്തിൽ UDFനായി ടോണി ചമ്മണിയും സൗമിനി ജെയിനും മേയർമാരായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേരിയ ഭൂരിപക്ഷത്തിനാണ് UDFിൽ നിന്ന് LDF ഭരണം പിടിക്കുന്നത്. CPMലെ M അനിൽകുമാർ മേയറായി. UDF വിമതരെ കൂട്ടിയാണ് ഇപ്പോൾ LDF ടേം പൂർത്തിയാക്കുന്നത്. 74 സീറ്റുകളിൽ നിലവിലെ കക്ഷിനില ഇങ്ങനെയാണ്. LDFനൊപ്പം 37 പേർ, UDFന് 31, BJPക്ക് 5, ഒരാൾ സ്വതന്ത്ര നിലപാടും എടുക്കുന്നു. കോർപ്പറേഷനിലെ സീറ്റുകളുടെ എണ്ണം 74-ൽ നിന്ന് 76 ആയിട്ടുണ്ട്. പശ്ചിമ കൊച്ചിയിൽ മുണ്ടംവേലി ഈസ്റ്റും പള്ളുരുത്തി ഈസ്റ്റുമാണ് പുതിയതായി വന്ന ഡിവിഷനുകൾ. വികസന വിഷയങ്ങൾ, സാമുദായിക സമവാക്യങ്ങൾ തുടങ്ങി ഒട്ടനവധി ഘടകങ്ങൾ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാറുണ്ട്. അഭിമാന പദ്ധതികളടക്കം ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കാനാണ് LDFന്റെ തീരുമാനം. അതിൽ ഒന്നാമത്തേത് ബ്രഹ്മപുരം പ്ലാന്റുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങളാണ്. മറ്റൊന്ന് ഈ കാണുന്ന കൊച്ചി കോർപ്പറേഷന്റെ പുതിയ ആസ്ഥാന മന്ദിരമാണ്. തുരുത്തി ഫ്ലാറ്റുണ്ട്, അതോടൊപ്പം പുതുക്കി പണിഞ്ഞ മാർക്കറ്റൊക്കെയുണ്ട് LDFന്റെ ആ നിലയിലുള്ള പട്ടികയിൽ. എന്നാൽ ടോണി ചമ്മണി മേയറായിരിക്കെ തുടങ്ങിയ സ്മാർട്ട് സിറ്റി മിഷൻ ലിമിറ്റഡിൻ്റെ പ്രവർത്തനങ്ങൾ വഴിയുള്ള വികസനമല്ലാതെ പുതിയതൊന്നും വന്നിട്ടില്ല എന്നതാണ് അതിനൊക്കെയുള്ള UDFന്റെ മറുപടി. മാത്രമല്ല, തകർന്ന റോഡുകൾ, വെള്ളക്കെട്ട്, കൊതുക് ശല്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും അവർ ഉയർത്തിക്കൊണ്ടുവരികയാണ്. കേന്ദ്ര സഹായത്തിലാണ് മിക്ക പദ്ധതികളും മുന്നോട്ട് നീങ്ങുന്നതെന്നും ഇടതും വലതും പരാജയമെന്നും BJPയും ആരോപിക്കുന്നു. അങ്ങനെ വിവിധ വിഷയങ്ങൾ കളം നിറഞ്ഞ് മുന്നോട്ട് പോവുകയാണ് കൊച്ചിയുടെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ. ഉൾപാർട്ടി പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകാറുള്ള ഫലം തദ്ദേശത്തിലും ആവർത്തിച്ച് കോർപ്പറേഷൻ ഭരണം പിടിക്കാനാണ് UDFന്റെ ശ്രമം. താഴെത്തട്ടിലെ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ ചെയ്ത കാര്യങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് ഭരണ തുടർച്ചയ്ക്ക് LDFും പോരാടുന്നു. കൂടുതൽ സീറ്റുകൾ നേടുകയാണ് BJPയുടെ ലക്ഷ്യം. അക്കൗണ്ട് തുറക്കാൻ 2020യും പരിശ്രമിക്കുന്നു. കഴിഞ്ഞ തവണ V4 കൊച്ചിയിൽ കുറെ വോട്ടുകൾ പിടിച്ചിരുന്നു. ഇത്തവണ 2020 ഉൾപ്പെടെ ആരുടെ വോട്ടുകൾ ചോർത്തുമെന്ന ചോദ്യം പ്രസക്തമാണ്. എന്തായാലും ശക്തമായ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനാണ് കൊച്ചിയിൽ കളമൊരുങ്ങിയിരിക്കുന്നത്. ആര് വാഴും ആര് വീഴുമെന്ന് പ്രവചിക്കുക അസാധ്യം. ക്യാമറമാൻ വിനു പാവമ്പയ്ക്കൊപ്പം S. രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.